മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡ് സാമൂഹിക വിരുദ്ധരുടെ താവളമാകുന്നു. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് യാത്രക്കാരും വ്യാപാരികളും ആശങ്കയിൽ. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡ് സാമൂഹിക വിരുദ്ധരുടെയും മദ്യപാനികളുടെയും വിഹാര കേന്ദ്രമായി മാറുന്നു. രാപ്പകൽ ഭേദമന്യേയുള്ള പരസ്യ മദ്യപാനവും മദ്യപിച്ചുള്ള അടിപിടികളും ഇവിടെ പതിവ് കാഴ്ചയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്റ്റാൻഡിനുള്ളിൽ വയോധികൻ കൊല്ലപ്പെട്ടതോടെ യാത്രക്കാരുടെ ഭീതി ഇരട്ടിച്ചു. സ്റ്റാൻഡിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി സ്റ്റാൻഡിലിരുന്ന് കഴിക്കുന്നതും കുപ്പികൾ പരിസരത്ത് വലിച്ചെറിയുന്നതും നിത്യസംഭവമാണ്. സുരക്ഷയ്ക്കായി പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടെങ്കിലും ഉദ്യോഗസ്ഥരുടെ സേവനം കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. മെയിനായിട്ട് ഇവിടെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടിയന്മാരുടെ ശല്യമാണ് ഭയങ്കരമായിട്ടുള്ളത്. കുടിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇവിടെ അവിടെ തന്നെ കിടന്നുറങ്ങുന്നൊരു സ്ഥിതിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ മാവേലി സ്റ്റോറിലേക്ക് പോകുന്ന സ്ത്രീകൾക്കും അതൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഗതിയാണിത്. പിന്നെ നായ്ക്കളുടെ ശല്യം അത് വേറെയാണ്. പിന്നെ രാത്രി 8 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ഇവിടെ ആൾക്കാരില്ല, ഒരു പോലീസോ ഒന്നുമില്ല ഇവിടെ. അത് വേറൊരു ഇതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലല്ല, അവര് മെയിനായിട്ട് സ്വന്തമായിട്ട് അവര് അസഭ്യം പറയുക, അവിടെ തന്നെ കിടന്നിട്ട് അസഭ്യം വിളിക്കുക, അതൊക്കെയാണ്. ബാറിന്റെ അവിടെ തന്നെ കിടക്കും. അതാണ് മെയിനായിട്ട്. അത് ബുദ്ധിമുട്ടാണത്. CCTV ക്യാമറകൾ സ്ഥാപിക്കാനും സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാനും നഗരസഭയും പോലീസും മുൻപ് തീരുമാനമെടുത്തിരുന്നെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. യാത്രയായി കഴിഞ്ഞാൽ മൊത്തം അനധികൃതമായിട്ട് ആൾക്കാർ എന്താ പറയാ, കള്ളും കുടിച്ചിട്ട് അവിടെയും പിടി കിടക്കലും, പിന്നെ ഈ കടത്തിണ്ണയിൽ കിടക്കലും, പിന്നെ ഈ തെരുവ് നായക്കളുടെ ശല്യം. നല്ല രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ ഈ തൊട്ടടുത്ത് തന്നെ ബീവറേജ് ആയതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് രാത്രി ആയി കഴിഞ്ഞാൽ. ന്യൂസ് ഡെസ്ക് CCV.